അടങ്ങിയിരിക്കില്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല, എപ്പോഴും ഓടിച്ചാടി ഇങ്ങനെ നടക്കണം. പഠിക്കാനിരിക്കില്ല, പഠിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നിലൊരു ശ്രദ്ധയില്ല. സ്കൂളിൽ പോകാനും ആൾക്ക് ഇഷ്ടമല്ല, ക്ലാസ്സിൽ പോലും അടങ്ങിയിരിക്കില്ല, ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല. ഇത്തരം ബുദ്ധിമുട്ടുകൾ പല പാരൻസിൻ്റെ അടുത്തും നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവില്ലേ, പല കുട്ടികളെ പറ്റി പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും പല കുട്ടികൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹായ് ഓൾ, ഐ ആം അർഷാന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്. ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. തലച്ചോറിലെ അല്ലെങ്കിൽ ഞരമ്പുകളിലേക്ക് ഉണ്ടാകുന്ന വളർച്ചയിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത്തരം രോഗങ്ങളിലേക്ക് നയിക്കുന്നത്. ADHD, ഓട്ടിസം, ലേണിംഗ് ഡിസബിലിറ്റി പോലത്തെ ഒരുപാട് അവസ്ഥകൾ ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട്. ADHD എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനും ഒന്ന് നമ്മളുടെ ഇമ്പൾസസിനെയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരവസ്ഥയാണ്. ഇത്തരം കുട്ടികളിൽ പഠന സംബന്ധമായിട്ടും അവരുടെ ഡെയിലി ലൈഫിലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പഠനത്തിൽ വളരെ പിന്നോക്കമായിരിക്കും, കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നുണ്ടാവും, ഒന്നിലൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, എവിടെ ഇങ്ങനെ അടങ്ങിയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എപ്പോഴും ഓടിച്ചാടി കളിച്ച് നടക്കുക, ഓരോ സ്ഥലത്ത് വലിഞ്ഞു കയറുക, അത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത്തരം കുട്ടികൾ കാണാറുണ്ട്. ഇത്തരത്തിൽ കുട്ടികൾക്ക് എവിടെയും ഒന്ന് അടങ്ങിയിരിക്കുക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ ക്ലാസ്സിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, ഇപ്പോൾ കളിക്കാൻ എവിടെയെങ്കിലും പോയിട്ടായിക്കോട്ടെ, ഒരു ഹോസ്പിറ്റൽ പോലത്തെ നമ്മൾ അടങ്ങിയിരിക്കേണ്ട സെറ്റിങ്സുകളിൽ പോലും കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കയ്യും കാലും വെച്ചെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തരത്തിൽ കുട്ടികൾക്ക് ഈ ഒരു അടങ്ങിയിരിക്കുന്നതിൽ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കുന്നതിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയാണ് ADHD എന്ന് പറയുന്നത്. ഈ ബുദ്ധിമുട്ടുകൾ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഒരു ചെറുപ്പകാലം മുതലേ നമുക്കിതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങാറുണ്ട്. 3 വയസ്സ് മുതലാണ് സാധാരണഗതിയിൽ കുട്ടികളിൽ ഇത്തരം സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. പക്ഷെ കൂടുതലായിട്ടും പാരൻസും ടീച്ചേഴ്സും ഒക്കെ നോട്ടീസ് ചെയ്യുന്നത് ഒരു സ്കൂളിലേക്ക് എത്തിയതിന് ശേഷമായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും കൂടെ കംപ്ലയിൻറ്റ്സ് വരുമ്പോഴായിരിക്കും കൂടുതൽ പാരൻസ് ഇത് നോട്ടീസ് ചെയ്യുന്നതും കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരു 3 വയസ്സിന് ശേഷമൊക്കെ കുട്ടി ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ കാണിച്ചു തുടങ്ങുമ്പോഴും പാരൻസ് കൂടുതലും വിചാരിക്കുക കുട്ടി ഭയങ്കര വികൃതിയാണ്, തീരെ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിയാണ് എന്നുള്ള രീതിക്ക് മാത്രമായിരിക്കും. പക്ഷേ സ്കൂളിലേക്ക് എത്തി സ്കൂളിലെ സെറ്റിങ്സിൽ പോലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുക, മറ്റു കുട്ടികളുമായിട്ട് അടി ഉണ്ടാക്കുക, മറ്റു കുട്ടികളെ ശല്യം ചെയ്യുക, ഹോംവർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക, പഠനത്തിൽ ഭയങ്കരമായിട്ട് പിന്നോട്ടാവുക, ക്ലാസ്സിൽ അടങ്ങിയിരിക്കാതിരിക്കുക, ഇത്തരം കംപ്ലയിൻറ്റ്സ് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും കൂടെ വരുമ്പോഴായിരിക്കും പാരൻസ് ഇത് കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇത് എടുക്കുന്നുണ്ടാവുക. ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുമായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ആൺകുട്ടിയായിരുന്നു, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 8 വയസ്സായിരുന്നു ആൾക്ക്. അവൾ മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാരൻസ് പറഞ്ഞ ബുദ്ധിമുട്ട്, ആൾ തീരെ പഠിക്കുന്നില്ല, പഠിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല, ആൾക്ക് തീരെ ശ്രദ്ധ കൊടുക്കുന്നില്ല, ക്ലാസ്സിലൊന്നും ഒന്നും ചെയ്യില്ല, ഹോംവർക്ക് ഒന്നും ചെയ്യൂല, ഹോംവർക്ക് എന്തെങ്കിലും വീട്ടിൽ വന്ന് പറയൂല്ല, അത് സ്വന്തമായിട്ട് ആൾ ചെയ്യൂല എന്നുള്ളതാണ്. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കുറേ കംപ്ലയിൻറ്റ്സ് വന്നിട്ടാണ് പാരൻസ് ഇങ്ങനെ ഒരു പഠനത്തിൻ്റെ ഒരു ക്ലാസ് അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്ന കംപ്ലയിൻറ്റ്സ് എന്താ വെച്ചാൽ, ആൾ ക്ലാസ്സിൽ തീരെ അടങ്ങിയിരിക്കാറില്ല, ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് തന്നെ മറ്റു കുട്ടികൾ, അടുത്തുള്ള കുട്ടികളൊക്കെ ശല്യം ചെയ്യുക, അവരെയും കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഇതാക്കാനോ സമ്മതിക്കുന്നില്ല, എപ്പോഴും ഇങ്ങനെ ക്ലാസ്സിൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ഉറക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, ഒരു ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, ക്ലാസ്സിനെ ഡിസ്റ്റർബ് ആക്കുക. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോയ്ലറ്റിൽ പോവാണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ റീസൺസ് പറഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവുക. അതും ടീച്ചർ ഇപ്പം നോ പറഞ്ഞാലും ഇല്ല എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടി ചാടി ഇറങ്ങി പോവും. തീരെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല. ഒരു ഹോംവർക്ക് ചെയ്ത് വരാൻ പറഞ്ഞാൽ ചെയ്ത് വരാറില്ല. എന്തെങ്കിലും ഒരു പോർഷൻസ് പഠിക്കാൻ പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് കുട്ടി പഠിക്കുന്നില്ല. മറ്റു കുട്ടികളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ക്ലാസ്സിൽ എന്തെങ്കിലും എഴുതാൻ കൊടുത്താലും കുട്ടി അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല. അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ എഴുതും, കുറേ ഇരുന്ന് കളിക്കും, അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള കുട്ടികളെ ശല്യം ചെയ്യും. ഈ ഒരു രീതിക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അതേപോലെ തന്നെ ക്ലാസ്സിൽ മറ്റു കുട്ടികളുമായിട്ട് അടി ഉണ്ടാക്കുക. അപ്പോൾ ടീച്ചർ ക്ലാസ്സിലില്ലാത്ത സമയത്താണെങ്കിലും മറ്റു കുട്ടികളുമായിട്ട് അടി ഉണ്ടാക്കുക, മറ്റു കുട്ടികളുടെ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ എടുക്കുക, ഒളിപ്പിച്ച് വെക്കുക, ഭയങ്കരമായിട്ട് ക്ലാസ്സിൽ ഒച്ചയും ബഹളവും, അങ്ങനെ ഭയങ്കര
ആളെയും ചിരി ഒന്നും ഒരു സീരിയസ് ആയിട്ട് ആളെ എടുക്കുന്നില്ല എന്നുള്ളത്. നേരെ പാരൻസിൻ്റെ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ പാരൻസിൻ്റെ കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വീട്ടിലൊന്നും പറഞ്ഞാൽ കേൾക്കൂല. എപ്പോഴും വീട്ടിൽ വന്നാൽ വൈകുന്നേരം വന്നു ബാഗൊക്കെ വലിച്ചെറിയുന്നു, ഇട്ട യൂണിഫോമിൽ തന്നെ കളിക്കാൻ പോകും. കളിച്ച് തിരിച്ചു വന്നാലും ഫുള്ള് മണ്ണും ചെളിയും ഒക്കെ ആയിട്ടായിരിക്കും ആൾ തിരിച്ചു വരുന്നത്. ഫുഡ് കഴിക്കാൻ ആൾ മര്യാദയ്ക്ക് ഇതാക്കില്ല, ഫുഡൊന്നും ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് കഴിക്കുന്നില്ല. ഡ്രസ്സും ക്ലീനായിട്ടൊന്നും ആൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. പഠിക്കാനുള്ള ഒന്നും പഠിക്കാനിരിക്കാറില്ല. പഠിക്കാൻ വിളിച്ചാൽ തന്നെ ഒരുപാട് പിറകെ നടന്ന് ചീത്ത പറഞ്ഞ് അടിച്ചും പിടിച്ചൊക്കെ ആയിരിക്കും ആളെ പഠിക്കാൻ കൊണ്ടിരുത്തുന്നത്. എന്നാൽ തന്നെ ഒരു 10 മിനിറ്റ് ആൾക്ക് തികച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു സമയം പോലും ആൾ ശ്രദ്ധിച്ചിരിക്കൂല. എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും അടിച്ചു ഇതാക്കിയൊക്കെ പഠിപ്പിച്ചാൽ തന്നെയും ആൾ അപ്പോഴും മനസ്സിലാവും പഠിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ചോദിച്ചാൽ ആളെ എല്ലാം മറന്നു പോയിട്ടുണ്ടാവും, ഒന്നും ഓർമ്മയുണ്ടാവില്ല ആൾക്ക്. അതേപോലെ സ്കൂളിൽ പോയി വന്നാൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ എന്നും കളഞ്ഞിട്ട് വരും. മെയിനായിട്ട് പാരൻസ് പറയുന്നത് പെൻസിൽ, റബ്ബർ, കട്ടറൊക്കെ ഡെയിലി ഞാൻ വേറെ വേറെ പുതിയത് ഇങ്ങനെ വാങ്ങിക്കൊടുക്കേണ്ടി വരികയാണ്. ഒന്നും കൊണ്ടുപോകുന്ന സാധനം മര്യാദയ്ക്ക് തിരിച്ചു കൊണ്ടുവരില്ല. ഇടയ്ക്ക് ടിഫിൻ ബോക്സ്, ബാഗ് വരെ മറന്നു വെച്ചിട്ട് വരാറുണ്ട് ആൾ. തീരെ ഒന്നിലൊരു ശ്രദ്ധയില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല ആൾ, ശ്രദ്ധിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പഠിക്കാനിരുത്തിയാലും ആൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, ആൾക്ക് അറിയായിട്ടല്ല, ആൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ആൾക്ക് പഠിക്കാൻ പറ്റാത്തതെന്നാണ് പാരൻസ് പറയുന്നത്. അതുപോലെ വീട്ടിൽ മറ്റുള്ളവരായിട്ടാണെങ്കിൽ പാരൻസിനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, പാരൻസ് ഒന്നും പറഞ്ഞാൽ കേൾക്കാതിരിക്കുക. എന്തെങ്കിലും പാരൻസ് ഇല്ല നീ ഇപ്പോൾ പോണ്ടാന്ന് പറഞ്ഞാലും അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ആൾ ഓടിപ്പോയിട്ടുണ്ടാവും കളിക്കാനൊക്കെ. അതുപോലെ വീട്ടിലും ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയായിട്ട് എപ്പോഴും അടി ഉണ്ടാക്കുക, ചേച്ചി എപ്പോഴും ഉപദ്രവിക്കുക. ഭയങ്കര സ്നേഹമൊക്കെയാണ്, എന്നാലും ഫുൾ ടൈം അടിയാണ് അവർ. എപ്പോഴും ചേച്ചിനെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അവളെവിടെയെങ്കിലും ഇരുന്നൊരു പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവളെ പോയിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുക, ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക, ബുക്കിൻ്റെ പേജസൊക്കെ കീറിക്കളയുക. ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ കുട്ടീനെ പറ്റിയിട്ട് പാരൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പാരൻസിൻ്റെ ഒരു കണ്ണിൽ കുട്ടി എപ്പോഴും ഭയങ്കരമായിട്ട് വികൃതി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കായിട്ടാണ് എന്നുള്ളൊരു രീതിക്കായിരുന്നു പാരൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കുട്ടിക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് അവർ നേരത്തെ നോട്ടീസ് ചെയ്തില്ല. കുറച്ച് വികൃതി കൂടുതലുണ്ടായിരുന്നു, പക്ഷെ അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര പ്രശ്നമൊന്നും ആയിട്ടില്ല എന്നാണ് പാരൻസിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ അവർ പറയുന്നുണ്ടായിരുന്നത്. നമ്മളൊരു ഫാമിലി ഹിസ്റ്ററി എടുത്തു നോക്കിയപ്പോഴും ഇത്തരത്തിൽ വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അച്ഛമ്മ, അതായത് അച്ഛൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അച്ഛൻ ഇതേപോലെ ചെറുപ്പത്തിൽ ഭയങ്കര വികൃതിയായിരുന്നു, ഭയങ്കര കുറുമ്പനായിരുന്നു, ഇതേപോലെ വിട്ടടങ്ങിയിരിക്കാത്തൊരു സ്വഭാവമായിരുന്നു അച്ഛൻ്റേതെന്ന് അച്ഛമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നും അമ്മ പറയുന്നുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ ഒരുപാട് സിംറ്റംസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ADHD എന്നുള്ളൊരവസ്ഥയായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരുപാട് സിംറ്റംസും കാര്യങ്ങളും അലൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു രീതിക്കായിരുന്നു നമ്മൾ പിന്നെ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും പാരൻസ് പറയുന്നത് അതിന് ശ്രദ്ധിക്കുക. ഇപ്പോൾ TV ഒക്കെ കൊടുത്താൽ അല്ലെങ്കിൽ ഫോൺ കൊടുത്താൽ എത്ര നേരം വേണമെങ്കിലും ആൾ ശ്രദ്ധിച്ചിരുന്നോളുമല്ലോ, ആൾക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ, അവന് ഇഷ്ടമുള്ളതാണെങ്കിൽ അവൻ ചെയ്തുകൊണ്ടിരുന്നോളും. അല്ലാണ്ട് ഇങ്ങനത്തെ പഠിക്കാൻ പറയുമ്പോഴൊക്കെയാണ് അവന് ഈ ശ്രദ്ധ ഇല്ലാത്ത, അല്ലെങ്കിൽ അത് മാത്രമാണ് അവന് ഇഷ്ടമില്ലാത്ത. ഇഷ്ടമുള്ളതാണെങ്കിൽ ആൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ എന്നുള്ളൊരു കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഈ ADHD എന്നുള്ള ഒരു അവസ്ഥയിൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് പറഞ്ഞ പോലെ ഒട്ടുമിക്ക കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അവരുടെ ഇമ്പൾസസ് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസൊക്കെ കൺട്രോൾ ചെയ്യാനും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ഈ സ്ക്രീന്, TV പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് കുറച്ചുകൂടെ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള കളേഴ്സ്, സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇവരെ കുറച്ചുകൂടെ അട്രാക്റ്റ് ചെയ്യും. അതിലവർക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അതായത് കുട്ടി ഒരിക്കലും വികൃതി കാണിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാത്തത് മാത്രമല്ല, ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുട്ടിക്ക്, ADHD എന്നുള്ളൊരവസ്ഥയുമായിട്ട് എന്തെങ്കിലും കുട്ടിക്ക് ഇതുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട. ഒരു പീഡിയാട്രീഷ്യനെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനെയോ നമ്മൾ കാണിച്ചിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പോലത്തെ സെറ്റിങ്സുകളിൽ നമ്മൾ നോക്കിയിട്ട് കുട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള തെറാപ്പീസും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ല നമ്മളിത് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് വരെടുക്ക് ഒരു ക്രോണിക്കായിട്ട്, അതായത് ADHD ഒരു ക്രോണിക് ഡിസോർഡറാണ്. അതായത് ജീവിതാവസാനം വരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഈ ADHD എന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ചെറുപ്പത്തിൽ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റോ തെറാപ്പിയോ എടുത്തിട്ടില്ല എങ്കിൽ അത് നമ്മളുടെ അഡൾട്ട് അല്ലെങ്കിൽ ഒരു മുതിർന്ന അവസ്ഥയിൽ നമുക്ക് കൂടുതൽ ഉണ്ടാവുകയും അത് നമ്മളുടെ വർക്ക് ലൈഫിനും ജീവിതത്തെയും ഒക്കെ ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുന്ന സമയത്ത് ഇപ്പോൾ കുട്ടിയല്ലേ കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും എന്ന് ചിന്തിക്കാതെ കറക്റ്റായിട്ട് ഇത്തരത്തിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. ഇതിൽ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മൾ മെയിനായിട്ട്
ആയിട്ട് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഇത്തരം കുട്ടികളിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ കാരണങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. താങ്ക് യു.